ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും സിറാഫിൻ്റെ ഒരു പുതിയൊരു അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ 6 കൊല്ലം മുന്നത്തെ ഒരു വേൾഡാണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് തന്നെ ഞാൻ മറ്റേ എൻ്റെ മൊബൈലിൽ പോക്കറ്റ് എഡിഷൻ ആയിരുന്നു. അന്ന് അടിപൊളി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ മറ്റേ മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് മൈൻക്രാഫ്റ്റ് ഞാൻ മൊബൈലായിരുന്നു ഞാൻ കളിച്ചതിന്, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് സാംസങ് J7 എന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ കളിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ആൻഡ് ബെഡ്റോക്ക് കാരണം ജാവയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. ആൻഡ് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ ഇതെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ വേൾഡ് ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ ഇട്ടിരുന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ വേൾഡ് കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സ് ആരോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ ഏതോ ഒരു ആപ്പ് പോയി നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം. നമ്മളെ ഓപ്പൺ വേൾഡിൽ തന്നെ, സാധാ സിംഗിൾ പ്ലെയർ വേൾഡിൽ തന്നെ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമായിരുന്നു. എന്തോ എഗ്ഗോ ഓംലെറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫ്രണ്ട്സുകളെ മൊത്തം ഇതാക്കി അവന്മാർക്ക് വേൾഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടുകാണ്ട് അങ്ങനെയാണ് എനിക്ക് ഈ വേൾഡ് കിട്ടിയത്. ഞാൻ നോക്കുമ്പോഴാണ് ഡിസ്കോഡ് എടുത്ത് കാണാൻ അവൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ അതിൽ ആ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടായിരുന്നു. സോ വിത്തൗട്ട് എനി വേസ്റ്റിംഗ് ടൈം ഡയറക്റ്റ് വീഡിയോയിലോട്ട് ഇപ്പോൾ ഇതാണ് ആ വേൾഡ്. ആൻഡ് ഈ വേൾഡിലോട്ട് നമുക്ക് ലോഡായി നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു 1.17th വേൾഡാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ ജാവയിലോട്ടാക്കി. ബെഡ്റോക്ക് ആയിരുന്നു. എൻ്റെ വേൾഡ് വീക്കടൊക്കെ നോക്കുക. മാപ്പൊക്കെ ഇതാക്കി വെച്ചിക്കണ്. എടാ ഇതൊക്കെ എപ്പോ എനിക്കൂല അറിയില്ലല്ലോ. ഇത് അടിപൊളിക്കണ്. എടാ ഓക്കെ, 2 മാപ്പ് എടുക്കാവാ പോയത്. ബീക്കണ് ഫുൾ കുറേ ബീക്കണുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഞാൻ ഇവിടെ വെച്ചിട്ട്, ഇതാണ് എൻ്റെ വീട്. അഗ്ലി വീടാണ്, ബട്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് വീട്. ഓട്ടോമോ പണ്ട എൻ്റെ അടിച്ചിട്ട് ഇവിടെ ഞാൻ വയക്കാട്ട് വെറുതെ കേൾക്കുമ്പോൾ വയക്കാട്ടിൽ കളിക്കാനൊക്കെ വെച്ചിട്ട് ഞാൻ ഫുൾ നെതറൈറ്റാണ്. ആൻഡ് സത്യം പറയാൻ ഫുൾ ഇമോഷണലായി ഞാൻ. ട്രീ ഫാം ഇവിടെ ഫുള്ളല്ല ഉണ്ടായത്, ഫുള്ളാക്കാം. സത്യം പറയാം, ഇതിനൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറഞ്ഞ മയക്ക് ഇവിടുത്തെ ലൈറ്ററല്ലേ, ലൈറ്ററൊക്കെ ഉണ്ട്. ആൻഡ് റോക്കറ്റ്, അയ്യോ വയ്യ. ഇതെന്താ പറഞ്ഞാൽ ഞാൻ ഈ ബോറടിച്ചിരിക്കുന്ന നേരത്തെ ഇത് ദിമക്ക് ഇങ്ങനെ പോവും. ആൻഡ് അത് ദിമക്ക് ഇങ്ങനെ വരും, അങ്ങനെയാണ്. ആൻഡ് ഇവിടുത്തെ കോബൽ സ്റ്റോൺ ജനറേറ്റർ ഇതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ അന്ന് എനിക്കിതൊക്കെ വലിയ കാര്യമായിരുന്നു. ഞാൻ നോക്കും ഇവിടെയൊക്കെ ഫ്ലാറ്റ് സർവസ് ആക്കി. ഇതൊക്കെ നിങ്ങളിപ്പോൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതാണ് ഗായ്സ് എൻ്റെ ഗോൾഡ് ഫാം, ബെഡ്റോക്കത്തെ ഗോൾഡ് ഫാം. അത് ഇവിടെ വർക്ക് ചെയ്യുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല. വർക്ക് ചെയ്യുന്നു അത്ര തന്നെ. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്തോ ലിവർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ബെഡ്റോക്കത്തെ ഇതൊന്നും ഇവിടെ വർക്ക് ചെയ്യുന്ന തോന്നുന്നില്ല. ഇവിടെ ലിവർ എന്തോ ഉണ്ടായിരുന്നു. അതവിടെ ഓക്കെ. അപ്പോൾ വർക്ക് ചെയ്യണില്ല ഓബിയസ്ലി, കാരണം എങ്ങനെ ബെഡ്റോക്കത്തെ കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വർക്ക് ചെയ്യുക ഗൈസ്. ആൻഡ് ഞാൻ കുറേ നേരം ഞാൻ എഫ് ഉണ്ടായിരുന്നു. എനിക്ക് ഇത്ര എക്സ്പി ഒന്നും അല്ലായിരുന്നു, കുറേ എക്സ്പി ഉണ്ടായിരുന്നു. ആൻഡ് ഇത് അടിയിലോട്ട് പോയേക്കാം. പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് എൻ്റെ ആർമർ തിരിച്ചിട്ടു. ഇവിടെ എന്തോ വേണ്ടാത്ത സാധനങ്ങളാണ്. ഇതിങ്ങനെ അയ്യോ, ഇവിടെ ട്രൈഡൻ്റ് ഉണ്ടാവും. ഈ ട്രൈഡൻ്റ് ഇങ്ങനെ അവരെ ഡാമേജ് ആക്കും. ചെറിയ ഫുള്ള് യൂസ്ലെസ് സാധനങ്ങളാണ്, ബട്ട് അടിപൊളിയാണ്.
ഇതാണ് എൻ്റെ സോർട്ടിങ് സിസ്റ്റം. ഇത് എനിക്ക് തോന്നി ഞാൻ എന്താ ഷൾക്കർ ക്രാഫ്റ്റോ അതിൻ്റെ ആരോ നോക്കി ഇതാക്കിയതാണ്. എനിക്ക് സത്യം പറയാൻ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചേക്കാണ് ഞാൻ. എന്ത് പറയാ. ആൻഡ് എൻ്റെ ഗ്രീപ്പർ ഫാമാണ്. ഞാൻ ഗ്രീപ്പർ ഫാം കുറച്ചും കൂടി കൂട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പൊളിച്ചിന്. പിന്നെ ഞാൻ നമുക്ക് എല്ലാം നോക്കിയിട്ടുമില്ല. ഓ ഗ്രീപ്പർ ഫാം അയ്യാ. ഏകദേശം ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വന്നപ്പോൾ അവന്മാരൊക്കെ പറഞ്ഞ് ഞാൻ ഹാക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. കാരണം കുറേ ടോട്ടം അതൊക്കെ കണ്ടപ്പോൾ അവന്മാർക്ക് തോന്നി ഞാൻ ഹാക്ക് യൂസ് ചെയ്യണമെന്ന്. ഗൺ പൗഡർ എവിടെയിപ്പോൾ? ഓക്കെ, കുറച്ച് ഗൺ പൗഡർ എടുക്കുക. നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കേണ്ട കൈസ്. പിന്നെ അയ്യോ എനിക്ക് തോന്നി ഞാൻ ഈ ഗ്രീപ്പർ ഫാം ഇത് ഫുള്ളി സർവൈവലാണ്. ഒരു ചീറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഗ്രീപ്പർ ഫാം കേരളത്തിലാരും ഞാൻ ഇത് ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഷുഗർ കെയിനൊന്നും ഇല്ലടേ ഇതിൽ. ഓ ഞാൻ മറന്ന് ഇനിയുണ്ടാ? ഓക്കെ ഗൈസ്, ഷുഗർ കെയിൻ ഇതെടുത്ത് കളാം. ഞാൻ ഇതിനെ കുറിച്ച് പറ്റ മറന്ന് ഏകദേശം ഞാനൊക്കെ മറന്നാണ്. ഇതാണ് എൻ്റെ വില്ലേജറിൻ്റെ വീട്. വില്ലേജറൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇതിന് നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാം. സത്യം പറയാം ഭയങ്കര അഗ്ലി വീടാണ് എൻ്റെ. അത് എനിക്ക് പറയാൻ പറ്റൂല. ബട്ട് എനിക്ക് ഈ വീട് നല്ല ഇഷ്ടമാണ്. കാരണം എന്ത് കാര്യത്തിലും ഇതാണ് എൻ്റെ എൻചാൻമെൻറ്റ് സ്ഥലം. നിങ്ങളുണ്ടാവും അയ്യേ ഇത്രയൊക്കെ ഉള്ളു, എൻ്റെ വേൾഡിൽ അതുണ്ട്, എൻ്റെ വേൾഡിൽ ഇതുണ്ട് എന്നൊക്കെ ഉണ്ടാവും. ശരിയാണ്, നിങ്ങളുടെ വീട്ടിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ മൈൻക്രാഫ്റ്റ് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ തുടങ്ങണുള്ളതിന് എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ള ഞാൻ ഇത്രയും ബിൽഡ് ചെയ്തേക്കണമെങ്കിൽ പറയണ്ട ഗൈസ്. മതിയോ? പണ്ടൊന്ന് 3 എന്തോ ആണിയല്ല ബുക്കാണ്. ചെസ്റ്റിലാണ് ഇപ്പൊ സ്ഥലമില്ല ഗൈസ്. ഇത് ഇവിടെ വെക്ക്. ആൻഡ് ഇത് സ്ലാബ്സ്, ഇതിന് കുറെ സ്ലാബ്സ്. ഗ്രീപ്പർ ഫാമിന്റെ സ്ലാബ്സ്. ഓക്കെ ഇത് ഇവിടെ അല്ല, ഇത് ഒഴിക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടല്ലോ. ഇതാണ് എൻ്റെ മറ്റേ വീറ്റ് ഫാമും ഷുഗർ കെയിൻ്റെ ഫാമൊക്കെ. ഇതാണ് എൻ്റെ കൗ ഫാമും പിന്നെ ഷീപ്പ് ഫാമും അതൊക്കെ ഉണ്ടായിരുന്നു. ഓലൊക്കെ മല വേൾഡ് മറ്റേ ഡിസപ്പിയർ ആയി പോയി എന്നുള്ളൂ. ആൻഡ് ഇത് ഓക്കെ ചൂടില്ല, ഇതൊരു ഉപകാരം ഉണ്ടാവും. സ്ലാബ്സ് കുറേ ഉണ്ട്. സ്ലാബ്സ് ഒക്കെ എടുത്ത് കളയട്ടെ. സ്ലാബ്സ് വേണ്ട, പേപ്പർ ഉണ്ടായിക്കോട്ടെ. ഇത് നെക്ക അയ്യോ വർക്ക് ചെയ്യണില്ല ഒബ്വിയസ്ലി. കുഴപ്പമില്ല, അതൊക്കെ ഐറ്റംസ് ഉണ്ടാവില്ല. ഞാൻ വല്ല അവസാനം കൊണ്ട് കൊന്നു തോന്നിച്ച ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ഞാൻ ഒക്കെ മറന്നങ്ങടെ കാര്യം. ഇതാണ് എൻ്റെ വില്ലേജറിൻ്റെ. വില്ലേജർ ആരും ഇല്ലടേ. ഞാൻ ഇങ്ങനെ പട്ടനില്ലേ, ഞാൻ അങ്ങനെ പണ്ടെങ്ങനെ ഇതിൽ കയറിയെന്നപ്പോൾ ഞാനൊക്കെ മറന്നു. അവിടെ ബട്ടൺ ഉണ്ടായിരുന്നത്. അവിടെ ഷൾക്കർ. ഇത്രയും ബുക്സ് ഗൈസ്, ഇത്രയും ബുക്സ് എത്തിനയച്ച അവിടെ വില്ലേജർ പലതും എനിക്കിഷ്ടമുള്ളത് ആയിരുന്ന ജോലി എടുത്തിരുന്നത്. സത്യം പറയാം വെരി നൊസ്റ്റാളജിക്കാണ് ഇതൊക്കെ. വേറെ ഇപ്പം എൻ്റെ സ്ട്രോങ് ഹോൾഡൊക്കെ എവിടെയായിരുന്നു ഞാനൊക്കെ മറന്ന്. നെതറിലൊന്നും ഞാൻ മെയിനെ കൂടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം നെതറിലൊക്കെ ചെയ്യാനാണ്.
പിന്നെ ഇവിടെയാണ് എൻ്റെ മറ്റേ ഇത് വരുന്നത്, അയൺ ഫാം. അയണൊക്കെ ഞാൻ കുറേ എടുത്തുകളെ, എന്തൊന്നുമില്ല. പിന്നെ സ്പ്രിങ്സ് നല്ലോണം കിട്ടുന്നുണ്ട്. സ്പ്രിങ്സ് മറ്റേ ഇതിൻ്റെ ഇടയ്ക്ക് പൂച്ചും ചാടും. വേറെ പിന്നെ പ്രത്യേകിച്ച് ഇതിലൊന്നും ഇല്ലെന്ന് തോന്നി. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. ഐസ് ബയോമാണ്, അതിന് ശേഷം ഡെസേർട്ട് ഒക്കെ. പിന്നെ ഇവിടുത്തെ വില്ലേജ് ഫാം ഉണ്ടാക്കണേ, വില്ലേജ് അല്ലേ, നമ്മൾ അയൺ ഫാം ഉണ്ടാക്കണേ. വില്ലേജിൻ്റെ നിന്ന് 500 ബ്ലോക്ക് നമ്മൾ അപ്പുറം ഉണ്ടായാൽ മാത്രമേ നമുക്ക് വില്ലേജ് ഫാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറയാ, ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. എനിക്ക് പീക്കളാണ് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. എത്താ ഞാൻ മറ്റേ ആ വിതരണ കൊല്ലാനുള്ള ഒരു ട്രിക്ക് ഉണ്ടായല്ലോ, അത് വെച്ച് ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്നു. രണ്ടെണ്ണമല്ല, ഏകദേശം ഞാനൊരു 4 അങ്ങനെയാണ് കൊന്നത്. ബാക്കി 2 ഞാൻ മാനുവലി കൊന്നതാണ്. അത് ബെഡ് റോഗിലെ. ബെഡ് റോഗത്തെ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ഇത്. ആൻഡ് ഇത് പല പല കളറാണ്. LGBT ആയുടെ അയ്യയ്യേ. വേറെ ഇവിടെ ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ ഞാൻ ചെയ്ത് കൂട്ടിയിരിക്കണേ. ഇവിടെയൊക്കെ എത്തിനാ ഞാൻ കുറെ ബിൽഡ് ചെയ്തിങ്ങനെ. ഇതാണ് ഗായ്സ് എൻ്റെ വേൾഡ്. എന്തൊക്കെയോ കാരണവശാൽ വേർഷൻ മാറ്റിയപ്പോൾ എന്തൊക്കെയോ ചെയ്തപ്പോൾ എൻ്റെ വേൾഡ് കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. വോയിഡാണ് വെറുതെ. വോയിഡൊക്കെ ചാടി നോക്കിയാലേ എങ്ങനെ ഉണ്ടാക്കട്ടെ. ചത്ത് വോയിലടി ചത്ത് ചാടിയത്. ഫുള്ള് വേൾഡ് കറക്റ്റ് ആയിക്കണേ. അത് എൻ്റെ ബെഡ്റോക്ക് ആയിരുന്നു തന്നെ ഏകദേശം കറക്റ്റ് ആയിക്കണത്. അവിടെയൊക്കെ കറക്റ്റ് ആയിക്കണേ. ഓ ലാഗി. ഇവിടെ ഒന്നും കറക്റ്റ് ആയിട്ടില്ല, അത് എനിക്കറിയാം. ഇവിടെ ഐസ് ബയോം അല്ലായിരുന്നല്ലോ. ഇവിടെ വില്ലേജ് ഉണ്ടാവില്ലേ? വില്ലേജർ ഉണ്ടാവും. വില്ലേജർ ഇല്ലേ? നമ്മുടെ ഐസ് ബയോം അല്ലല്ലോ എൻ്റെ. എനിവേ നല്ലൊരു വേൾഡ് ആയിരുന്നു, ബട്ട് കറക്റ്റ് ആയി പോയി. സോ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ ബേസ് ഇവിടെ ബേസ് പോയോ? ഇവിടെയൊക്കെ എത്ത സംഭവം. ഇവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യമായി കണ്ട് ഡയമണ്ട് കിട്ടിയത്. ഞാൻ ഇവിടെ ഡയമണ്ട് ബ്ലോക്ക് എന്തോ വെച്ചിരുന്നതാണ് എൻ്റെ ഒരു ഇത്. ആദ്യമായിട്ട് ഡയമണ്ട് കിട്ടിയ സ്ഥലത്ത് അല്ലേ എവിടോ ആട്. എൻ്റെ റോക്കറ്റ് തീർന്നും ചെയ്ത്. ഗൺ പൗഡർ അവിടെ വെച്ചില്ലേ. അയ്യോ ചത്ത് ഗൈസ്. ഇല്ല, നമ്മൾ സേവ് ക്വിറ്റ് ചെയ്യുന്നു. വേൾഡിലോട്ട് കയറുന്നു. ടോട്ടം ഉണ്ടായിരുന്നു. ഞാൻ മറ്റടുക്കായിരുന്നു സേവ് ആൻഡ് ക്വിറ്റ്. ഗോൾഡൻ ആപ്പിളൊന്നും ഇല്ലല്ലേ? ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടാക്കണം.
ഗോഡ് ആർമറൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ചാവള്ള തന്നെ ലൈറ്റർ ഇട്ടോണ്ട. ഇപ്പൊ കച്ചൂലോ, ഞാൻ പിന്നെയും ചാവും. ഇവളുടെ എക്സ്പി ഫാം ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. ഓ ഇങ്ങനെ ഏതാ പക്കല്ലേ. കോർഡിനേറ്റ്സ് നോക്കട്ടെ. ഒയ്യോ എക്സ്പി ഫാം എന്ന് പറയണ ആ ഗോൾഡ് ഫാം ആയിരുന്നു. സോ പോയി. എവിടെ എൻ്റെ ബേസ് പോയോ? നമുക്ക് എൻ്റെ ബേസ് കണ്ടുപിടിക്കുക. റോക്കറ്റ് കഴിഞ്ഞ അയ്യാ റോക്കറ്റ് കഴിഞ്ഞ്. റോക്കറ്റ് ഇല്ലാതെ ഞാനിപ്പോൾ അത്രയും ദൂരം പോണേ. ഓക്കെ, ഇവിടെ കത്തിച്ചാള കാരണം കുറേ വ്ളോഗ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ടം ചത്തുക്കണോ. ഇവിടെ ഇങ്ങനെ ചാടും, അതാകുമ്പോ എക്സ്പി കിട്ടിക്കോളും. ഞാൻ ഇവിടുത്തെ വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്യും ഗൈസ്. സോ റെഡി 1 2 3 ഗോ. എന്താ കുറച്ച് കേട്ട്. ഓ ഞാൻ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നല്ലോ. പിന്നെ ബെഡ്റോക്കില് ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഏത് പോഷൻ നമ്മൾ ഇതിലോട്ട് ഇതാക്കിയാണ്ട് നമ്മൾ വെള്ളം ഇതാക്കുകയാണെങ്കിൽ ആ പോഷൻ കൂടും. എത്ര ഇൻഫിനൈറ്റ് പോഷനാണ് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഫയർ പോഷൻ, വാട്ടർ പോഷൻ, റീജനറേഷൻ പോഷൻ, നൈറ്റ് പോഷൻ, ഹെൽത്ത് പോഷൻ, സ്പീഡ് പോഷൻ, പിന്നെ സ്ട്രെങ്ത്ത്, പിന്നെ ഇവിടെയും വേറെയാണ് ഇൻവിസിബിലിറ്റി പോഷൻ, സ്ലോ ഫാളിങ് പോഷൻ, ലോ പോഷൻ ആൻഡ് ഡാമേജ് പോഷൻ, പോയിസൺ പോഷൻ, വീക്ക്നെസ് പോഷൻ. കാരണം ഇവിടെ പറഞ്ഞാൽ ഇത് ഫുൾ അൺലിമിറ്റഡ് ആയിരുന്നു. അതായത് മറ്റേ നിങ്ങൾ ബെഡ്റോക്ക് ഒരു പക്ഷേ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുറേ ഷൾക്കറൊക്കെ ഉണ്ട്, എന്തെല്ലാമെന്ന് അറിയില്ല. പിന്നെ ഇതിങ്ങനെ ഇതാകാൻ സത്യം പറയാം നൊസ്റ്റാളജി ഹിറ്റ് വെരി ബാഡ് ഗായ്സ്. പിന്നെ നമ്മുടെ എല്ലാത്തിൻ്റെ ഹെഡ് ഉണ്ട്. ഇതിനെന്താ ഹെഡ് വന്നപ്പോൾ എങ്ങനെയാണ് കിട്ടിയതിന് പഠിച്ചോണ്ട് ഞാൻ മറന്നല്ല. എല്ലാവരും ഹെഡ് ഇട്ടാൽ ഭയങ്കര സുഖമില്ല. ഓക്കെ, നമ്മൾ കുറച്ച് റോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഹെഡാണ് ഹെഡ്.
വിതറിൻ്റെ ഹെഡ് എന്തായാലും കിട്ടും. ആൻഡ് വേറെ ഏതൊക്കെ ഗ്രീപ്പറിനും സോംബിൻ്റെ നടുവിൽ നമ്മൾ ഡ്രാഗൺ എണ്ണൻ. പിന്നെ ഇതാണ് അൺലിമിറ്റഡ് ഫയറാണ് ഇവിടെ വരിക. വേറെന്തെങ്കിലും ഞങ്ങളെ കാണിക്കാൻ ബാക്കിയുണ്ടോയെന്ന് ഡൗട്ടില്ല. ഇല്ല, സത്യം പറയാലോ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ലിറ്ററലി കണ്ണിന്ന് വെള്ളം വരെ വന്നു. നിങ്ങൾ പറയണ്ടാവും ഞാൻ ഇതൊരു ഓവറാണ്, അയ്യേ ഇത്രയല്ല പഴയ വേൾഡ് കണ്ടിട്ട്. സത്യം പറയാലോ അന്ന് കുറേ ചീത്ത കിട്ടിയിട്ടാണ് ഞാൻ ഈ വേൾഡ് എങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാനന്ന് ഭയങ്കര അഡിക്റ്റായിരുന്നു. ആൻഡ് ഒരു എത്ര വരെ പോകും നോക്ക്. വരെ പോകുള്ളല്ലേ? അല്ല കോളിനേറ്റ് ഇവിടുന്ന് വാട്ടർ ബക്കറ്റ് കളക്ട് ചെയ്യാം. ചത്ത ഒന്നുകൂടി ചെയ്യാം. തോട്ടം പിന്നെ കുറേ ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. Ready. Ayo. ചെറുതായിട്ട് കഴിക്കാൻ ചത്തു. എൻ്റെ ലോഡ്സൊക്കെ പോയി. അപ്പോൾ വെച്ചാൽ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊളിച്ചോ. സൂപ്പർ.